ഗുഡ് മോർണിംഗ്. ഇന്നൊരു അവധി ദിവസമാണ് കേട്ടോ. സാധാരണ ഈ അവധിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഞാൻ കുറച്ചുകൂടി കിടന്ന് ഉറങ്ങലാണ് പതിവ് കേട്ടോ. അങ്ങനെ എണീക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഉത്സാഹം കാണത്തില്ല ഒന്നിനും. ജോലിയൊക്കെ ചെയ്യാൻ ആകെപ്പാടൊരു മന്ദപ്പായിരിക്കും. ഈയിടെയായിട്ട് ഞാൻ നേരത്തെ എണീക്കലുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഉത്സാഹമാണ് നമുക്ക്. പിന്നെ കുറേ സമയം കൂടെ കിട്ടുമല്ലോ. അപ്പോൾ രാവിലെ തന്നെ വന്നിട്ട് അടുക്കള ജനൽ ഇങ്ങനെ തുറന്നിട്ട് ഈ പാടത്തോട്ട് ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. വേറൊന്നുമില്ല, ഇങ്ങനെ നോക്കിയിട്ട് ഇവിടെ കുറേ നേരം ഇങ്ങനെ നോക്കും, ആലോചിക്കും, അതൊക്കെ തന്നെ. അപ്പം എന്താ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള പരിപാടികളൊക്കെ നടക്കണം ഇനി. അപ്പോൾ അതാ ചോറ് അരി എടുക്കുന്നുണ്ട് ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ. നമ്മളിന്ന് ഉച്ചയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ ഇത് നാളത്തേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ജോലിക്ക് പോകുന്ന തലേ ദിവസം തന്നെ ചോറും കറികളും ഒക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കലുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ നമുക്ക് തലേ ദിവസം അടുത്ത ദിവസം കൊണ്ടുപോകാൻ വേണ്ടി ഭയങ്കര എളുപ്പമാണ്. ഈ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് ആകെപ്പാട് ചുറ്റലാണ്, ഉണ്ടാക്കാനൊന്നും നേരം കിട്ടാറില്ല. നൈറ്റ് താമസിച്ച് വരുന്നത് കൊണ്ടും ഈ ചോറ് അരി വേവാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചാലേ നമുക്ക് ഭയങ്കര കുറച്ചുകൂടി ഹെൽപ്പായിരിക്കുമല്ലോ. അങ്ങനത്തെ അരിക്കലമൊക്കെ കൊണ്ടുവന്ന് അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നെപ്പോലെ ഈ ശീലം ആർക്കെങ്കിലും ഉണ്ടോ? കുറച്ച് വെള്ളം വീണാൽ ഞാൻ അപ്പം തുടച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനൊരു ശീലമാണ്. അങ്ങനെയുള്ളവരുടെ കമൻറ്റ് ചെയ്യണേ. പിന്നെ രാവിലത്തേക്ക് ഇത് അവിൽ നനയ്ക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അവിൽ വാങ്ങിച്ചു വെച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ്. നമ്മൾ കൂടുതലും ഈവനിങ് അല്ല എടുക്കാറുള്ളത്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പണി എളുപ്പമായല്ലോ. അപ്പോൾ ഇർഫാനും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് സാധനം റെഡി ആയിട്ട് നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ. എന്താണെന്ന് ഇത് കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര നൊസ്റ്റു ഫീൽ ചെയ്യും. കാരണം ഇവിടെ ഇപ്പോൾ ഈയിടെ ആയിട്ട് ഞാൻ ഇത് കൂടുതൽ ഉണ്ടാക്കാൻ തുടങ്ങിയത്, അല്ലാതെ അങ്ങനെ ഉണ്ടാക്കലില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിലേ രാവിലെ ഒരു പലഹാരം ഉണ്ടാക്കി എടുക്കാമല്ലോ. അപ്പം എളുപ്പപ്പണിയാണ്, സമയവും ലാഭിക്കുക, അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ചൂടോടെ ഒരു ചായ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, ഒരു ഉഷാറ് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ച് നിൽക്കുകയാണ്. ഇത് അരി അടുപ്പിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. ഇനി ക്ലീനിങ്ങും ഒക്കെ കിടക്കാണ്. ഇനി ഫുഡ് എന്താ പറയുക, കറികളൊക്കെ ഉണ്ടാക്കണം. അപ്പം എന്നാൽ അത്രയേ ഉള്ളൂ കേട്ടോ.